Hello dear students, welcome back to Computer Science and Computer Applications class. We are in the last session of the 9th chapter, Structured Query Language. ഈ ക്ലാസ്സോടുകൂടി നമ്മൾ മൂന്ന് കൂട്ടരും ഒന്നിച്ചുള്ള യാത്ര അവസാനിക്കുകയാണ്. അതായത് കമ്പ്യൂട്ടർ സയൻസിലെയും കൊമേഴ്സ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലെയും ഹ്യൂമാനിറ്റീസ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലെയും കുട്ടികൾക്കായി പൊതുവായിട്ടുള്ള സിലബസ് ഈ ചാപ്റ്ററോടുകൂടി അവസാനിക്കുകയാണ്. ഇനി കമ്പ്യൂട്ടർ സയൻസിന് ചാപ്റ്റർ 10, 11, 12 മൂന്ന് ചാപ്റ്റേഴ്സ് അവശേഷിക്കുന്നുണ്ട്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് കൊമേഴ്സുകാർക്ക് 2 ചാപ്റ്റേഴ്സ് അവശേഷിക്കുന്നുണ്ട്. ഹ്യൂമാനിറ്റീസിന് ഒരൊറ്റ ചാപ്റ്റർ കൂടി. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഇയറിലെ സിലബസ് കംപ്ലീറ്റ് ആവുകയാണ്. ഓക്കെ, നമ്മളിതുവരെ കണ്ടു കഴിഞ്ഞത് കുറേയേറെ DDL കമാൻഡ്സ് കണ്ടു. കുറേയേറെയില്ല, DDL കമാൻഡ്സ് ശരിക്കും പറഞ്ഞാൽ ഒന്നേ കണ്ടുള്ളൂ അല്ലേ. ക്രിയേറ്റ് ടേബിൾ കമാൻഡ്, അതുമാത്രമേ DDL കാറ്റഗറിയിൽ നിന്ന് കാണാൻ കഴിഞ്ഞുള്ളൂ. DML കമാൻഡ്സ് ആണ് കൂടുതൽ ഉപയോഗിച്ചത്. ഇൻസേർട്ട് ഇൻ ടു, സെലക്ട്, അപ്ഡേറ്റ്, ഈ 3 കമാൻഡ്സ് യൂസ് ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടേബിളിൻ്റെ സ്ട്രക്ചറിൽ എങ്ങനെ മാറ്റങ്ങൾ വരുത്താമെന്നുള്ളതാണ്. ഈ ചാപ്റ്റർ തുടങ്ങിയപ്പോൾ നമ്മളൊരു ടേബിൾ നിർമ്മിച്ചു. പ്രത്യേകിച്ച് കൺസ്ട്രെയിൻസ് ഒന്നും ഇല്ലാതെ ടേബിൾ നിർമ്മിച്ചു. അതിനകത്തേക്ക് കുറേ റെക്കോർഡ്സൊക്കെ ഇൻസേർട്ട് ചെയ്തു. റിട്രീവ് ചെയ്തപ്പോഴത്തേനുമാണ് കുറേയേറെ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞത്. ഡ്യൂപ്ലിക്കേഷൻ ഒരു മേജർ ഇഷ്യൂ ആയിരുന്നു. അഡ്മിഷൻ നമ്പറിന് ക്രൂഷ്യൽ ഡേറ്റ ഇല്ലാതെ ഒരു റെക്കോർഡ് സ്റ്റോർ ചെയ്തു. അത് രണ്ടുമായിരുന്നു മേജർ ഇഷ്യൂസ്. ബാക്കിയൊക്കെ നമുക്ക് പരിഹരിക്കാവുന്നേ ഉള്ളൂ പിന്നീട്. അപ്ഡേറ്റ് കമാൻഡ് പഠിച്ചു കഴിഞ്ഞല്ലോ. അപ്പോൾ ആ ഇഷ്യൂവിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ടേബിൾ ക്രിയേറ്റ് ചെയ്യണമായിരുന്നു എന്നാണ് പറഞ്ഞത്. ടേബിളിൻ്റെ സ്ട്രക്ചറിൽ ചേഞ്ച് വരുത്താമെങ്കിൽ ടേബിളിൽ പ്രശ്നങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം ആ ഇഷ്യൂസിനെ റെക്ടിഫൈ ചെയ്യാൻ ടേബിളിനെ മോഡിഫൈ ചെയ്താൽ പോരെ, ടേബിളിൻ്റെ സ്ട്രക്ചർ മോഡിഫൈ ചെയ്താൽ പോരെ എന്ന ചോദ്യം ഒരുപക്ഷെ തോന്നിയേക്കാം. എപ്പോഴും അത് സാധിക്കണമെന്നില്ല. ചിലപ്പോഴൊക്കെ സാധിക്കും, എപ്പോഴും അത് സാധിക്കണമെന്നില്ല. നമ്മുടെ പ്രശ്നം എന്തായിരുന്നു? ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കണം, റെക്കോർഡ്സിൻ്റെ ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കണം. അതിന് പ്രധാനമായിട്ടും വേണ്ടി വരുന്ന ചേഞ്ച് അഡ്മിഷൻ നമ്പറിനെ പ്രൈമറി കീ ആക്കി മാറ്റണം, അതായിരുന്നു അല്ലേ. അപ്പോൾ അഡ്മിഷൻ നമ്പറിനെ പ്രൈമറി കീ ആക്കി മാറ്റണം എന്ന ഒരു മോഡിഫിക്കേഷൻ ആ ടേബിളിൻ്റെ സ്ട്രക്ചറിൽ വരുത്താൻ കമാൻഡ് യൂസ് ചെയ്താൽ അനുവദിക്കില്ലായിരുന്നു. വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ. അത് അനുവദിക്കത്തില്ല. കാരണം ആ ടേബിളിൽ ഓൾറെഡി ഡ്യൂപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞു. പ്രത്യേകിച്ചും അഡ്മിഷൻ നമ്പർ എന്ന കോളത്തിൽ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ആയിക്കഴിഞ്ഞു. അതിനുശേഷം അതിനെ പ്രൈമറി കീ ആക്കണം എന്ന് പറഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ഉള്ള കോളത്തിനെ പിന്നീട് ഒരിക്കലും പ്രൈമറി കീ ആക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അത്തരം ചേഞ്ചസ് അനുവദിക്കുമായിരുന്നില്ല. അതുകൊണ്ടാണ് ടേബിളിനെ റീക്രിയേറ്റ് ചെയ്യേണ്ടി വന്നത് നമുക്ക്. അല്ലാതെ ചില മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. അതെങ്ങനെയാണ് എന്നാണ് ഇന്ന് നമ്മൾ കാണുന്നത്. അതിനുവേണ്ടി ഒരു കമാൻഡുണ്ട്, DDL കമാൻഡ് തന്നെയാണ്. ഡേറ്റാബേസിൻ്റെ സ്കീമയുമായി ബന്ധപ്പെട്ട, ഡേറ്റാബേസ് എന്ന് പറയുമ്പോൾ അതിൽ ഓബ്ജക്ട്സ് ആയിട്ടുള്ള ടേബിൾസ്, വ്യൂസ്, കീസ് ഇതൊക്കെയാണല്ലോ. അവയുടെ സ്കീമയുമായി, സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട ഓപ്പറേഷൻസ് നടത്താനാണല്ലോ DDL കമാൻഡ്സ് ഉള്ളത്. ഇവിടെ സ്ട്രക്ചറൽ ചേഞ്ചസ് ആണ് വരുത്താൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ there is a DDL കമാൻഡ്, ആൾട്ടർ ടേബിൾ കമാൻഡ്. മറ്റൊരു കാര്യം കൂടി ഒന്ന് ഓർമ്മപ്പെടുത്തിക്കോട്ടെ. DDL കമാൻഡ്സിനോടൊപ്പം ടേബിൾ എന്ന വാക്കുണ്ടാവും. നമ്മൾ കമാൻഡ്സ് പറഞ്ഞത് ക്രിയേറ്റ്, ആൾട്ടർ, ഡ്രോപ്പ്, അങ്ങനെ 3 കമാൻഡ്സാണ് തുടക്കത്തിൽ പറഞ്ഞിരുന്നു. ഈ വാക്കുകളോടൊപ്പം ടേബിൾ എന്നൊരു വേർഡും കൂടി ഉണ്ടാവും. കീവേഡായിട്ട് തന്നെയാണ് കേട്ടോ വരേണ്ടത്. ഇവിടെ കണ്ടില്ലേ, ആൾട്ടർ ടേബിൾ. ഇതിന് മുമ്പ് പഠിച്ചതോ ക്രിയേറ്റ് ടേബിൾ. അപ്പോൾ ആൾട്ടർ ടേബിൾ, ടേബിൾ ആൾട്ടർ ചെയ്യുക, ആൾട്ടറേഷൻ, മോഡിഫിക്കേഷൻ, അത് തന്നെയാണ്. ഏത് ടേബിൾ ആൾട്ടർ ചെയ്യേണ്ടത് അത് ഇനി പറയണം. ആൾട്ടർ ടേബിൾ, അതിനെ തുടർന്ന് ടേബിൾ നെയിം കൊടുക്കണം.
എന്ത് തരം ഓൾട്ടറേഷൻസ് നടത്താൻ പറ്റുക? യു ക്യാൻ ആഡ് എ ന്യൂ കോളം. ഒരു ടേബിൾ നമ്മൾ നിർമ്മിച്ചു കഴിഞ്ഞാൽ പുതിയ കോളംസ് ആഡ് ചെയ്യാം, വേണ്ടാത്ത കോളം എടുത്ത് കളയാം. എക്സിസ്റ്റ് ചെയ്യുന്ന കോളത്തിൽ കൺസ്ട്രെയിൻസ് ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഡേറ്റ ടൈപ്പ് മാറ്റിക്കൊണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ സൈസ് മാറ്റിക്കൊണ്ടൊക്കെ ചില ചേഞ്ചസ് വരുത്താൻ സാധിക്കും. ഒന്നുകിൽ ആഡിങ് എ ന്യൂ കോളം, റിമൂവിങ് എക്സിസ്റ്റിംഗ് കോളം, മോഡിഫൈയിങ് എക്സിസ്റ്റിംഗ് കോളം. ഈ 3 രീതിയിലാണ് ഓൾട്ടറേഷൻസ് നടക്കാറുള്ളത്. നോക്കിക്കോളൂ, ഒരു കോളം എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുപയോഗിക്കേണ്ട ഒരു ക്ലോസ് ആഡ്. ഫസ്റ്റ് ലൈൻ ഓൾട്ടർ ടേബിൾ നെയിം. അതിന് പിന്നാലെ പറയേണ്ടത് ആഡ്, ADD. കീവേഡ് തന്നെയാണ് അതും. ഇനി എന്താണ് ആഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മതി. കോളമല്ലേ ആഡ് ചെയ്യേണ്ടത്, അപ്പോൾ കോളം നെയിം കൊടുക്കണം. കോളം നെയിം മാത്രം മതിയോ? ഡേറ്റ ടൈപ്പ് പറയണം, ഇത്രയും നിർബന്ധം. ഇനി ആ ഡേറ്റ ടൈപ്പിനോടൊപ്പം സൈസ് ആവശ്യമുണ്ടെങ്കിൽ സൈസ് കൊടുക്കുക, ഓപ്ഷനിലാണ്. കൺസ്ട്രെയിൻറ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതും പറയുക, ഓപ്ഷനിലാണേ. കഴിഞ്ഞു, കോളം അഡിഷൻ നടക്കും. ഇനി വേണമെങ്കിൽ ഈ കോളത്തിൻ്റെ പൊസിഷൻ എവിടെയാകണമെന്ന് പറയാം. ഒന്നുകിൽ ഫസ്റ്റ് എന്ന് പറയാം, ഈ ടേബിളിലെ ആദ്യത്തെ കോളമായിട്ട് ഈ പുതിയതിനെ ചേർക്കണം, അങ്ങനെ പറയാം. അല്ലെങ്കിൽ നിലവിലുള്ള ഏത് കോളത്തിന് ശേഷമാണ് വരേണ്ടത്, അതിനാണെങ്കിൽ ആഫ്റ്റർ എന്ന വാക്കും ഉപയോഗിക്കണം. ആ കോളവും ഏത് കോളത്തിന് ശേഷമാണോ പുതിയ കോളം വരേണ്ടത് ആ കോളത്തിൻ്റെ പേര് പറയുക. ഓക്കെ. ഇപ്പോൾ കോഴ്സിന് ശേഷം രജിസ്റ്റർ നമ്പർ എന്നൊരു കോളം ആഡ് ചെയ്യണം. അപ്പോൾ എന്ത് പറയും? ആഫ്റ്റർ കോഴ്സ് എന്ന് പറഞ്ഞാൽ മതി. ആഡിനോടൊപ്പം പുതിയ കോളത്തിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തു. എങ്ങനെ? ആഡ് രജിസ്റ്റർ നമ്പർ ഇൻറ്റിജർ, യുണീക്ക് എന്നുകൂടി വേണമെങ്കിൽ കൊടുക്കാം. ബിക്കോസ് രജിസ്റ്റർ നമ്പേഴ്സ് എല്ലാം യുണീക്ക് വാല്യൂസ് ആയിരിക്കണമല്ലോ. ഏതാ? എക്സാമിനേഷൻ്റെ രജിസ്റ്റർ നമ്പേഴ്സാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അതുകൊണ്ട് യുണീക്ക് എന്ന് കൊടുക്കാം. ഇനി നള്ള് പാടില്ല, നോട്ട് നള്ളും കൂടെ ചേർത്ത് പറഞ്ഞു. ഒന്നിലധികം കൺസ്ട്രെയിൻസ് കൊടുക്കാം. യുണീക്കും നോട്ട് നള്ളും ചേർത്ത് പറഞ്ഞു. ഏതാണ്ട് പ്രൈമറി കീയുടെ എഫക്റ്റ് ആയല്ലേ? അപ്പോൾ പ്രൈമറി കീ ഒന്നിലധികം തവണ കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് അതേ ഇഫക്റ്റ് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കും. നോട്ട് നള്ളും യുണീക്കും കൂടി ചേർത്ത് പറഞ്ഞാൽ മതി. ആ രീതിയിൽ കൊടുക്കുന്നു. ഇനി അത് എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടതെന്ന് പറയാം. ആഫ്റ്റർ കോഴ്സ് എന്ന് പറയാം, ആവശ്യമുണ്ടെങ്കിൽ മാത്രം കേട്ടോ. നമ്മളായിട്ട് പ്രത്യേകിച്ച് പൊസിഷനൊന്നും പറയുന്നില്ലെങ്കിൽ ആസ് ദി ലാസ്റ്റ് കോളം ആയിരിക്കും ഈ പുതിയതിനെ ആഡ് ചെയ്യുക. നമുക്ക് ഒരു അത് തന്നെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു കൊറിയും. വി ആർ ഗോയിങ് ടു ആഡ് എ ന്യൂ കോളം ടു സ്റ്റോർ എക്സാം രജിസ്റ്റർ നമ്പേഴ്സ്. എക്സാം രജിസ്റ്റർ നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാനായിട്ടൊരു കോളം ആഡ് ചെയ്യുന്നു. എങ്ങനെ പറയും? പറഞ്ഞോളൂ. യെസ്, ഓൾട്ടർ ടേബിൾ. എങ്ങോട്ടാ? സ്റ്റുഡൻറ്റ്. ടേബിൾ നെയിം കൊടുത്തു. ആഡ് REGNO int. രജിസ്റ്റർ നമ്പർ എന്ന കോളത്തെ സൂചിപ്പിക്കാൻ ഞാൻ REGNO എന്നൊരു നെയിമാണ് ഉപയോഗിക്കുന്നത്. ഇൻറ്റ് എന്ന ടൈപ്പും കൊടുത്തു. മറ്റ് പ്രത്യേകിച്ച് കണ്ടീഷൻസ് ഒന്നും പറഞ്ഞില്ല. വേണമെങ്കിൽ എനിക്ക് പറയാമായിരുന്നു, നോട്ടിനുള്ള യൂണിക്കും ഒക്കെ കൊടുക്കാമായിരുന്നു. തൽക്കാലം ഞാൻ കൊടുത്തിട്ടില്ല. ഓക്കെ. അതിൻ്റെ കൊറി കൊടുത്തപ്പോൾ അത് ഔട്ട്പുട്ട് കിട്ടിക്കഴിഞ്ഞു. അതിന് ശേഷം ഔട്ട്പുട്ടിൽ പ്രത്യേകിച്ചൊന്നുമില്ല, എന്താണ് ചേഞ്ചസ് വന്നു എന്ന് മാത്രമേ വരുള്ളൂ. കോളം ആഡഡ് ആയി എന്ന് വരും. അതിനകത്ത് വാല്യൂസ് വല്ലതും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി, ആ ടേബിളിന് എന്ത് സംഭവിച്ചു എന്നറിയാൻ വേണ്ടി ഞാനൊരു കൊറി കൊടുത്തു നോക്കിയാണ്. സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് കൊടുത്തു നോക്കി. കണ്ടില്ലേ? ഏറ്റവും അവസാന ഭാഗത്ത് ഒരു കോളം ആഡഡ് ആയിരിക്കുന്നു. REG എന്നാണ് കോളത്തിൻ്റെ പേര്. അതിൻ്റെ വാല്യൂസ് ആയിട്ടെല്ലാം നൾ വാല്യൂ. കോളമല്ലേ ആഡ് ചെയ്തുള്ളൂ, അതിനകത്ത് വാല്യൂസ് ഒന്നും വന്നിട്ടില്ലല്ലോ, എല്ലാം നൾ വാല്യൂ ആയിട്ട് കിടക്കുകയാണ്. അവിടേക്ക് ഇനി എങ്ങനെ വാല്യൂ കൊടുക്കാം? ഈ കോളത്തിൽ പുതിയ വാല്യൂസ് കൊടുക്കണം. ഓരോ കുട്ടിയുടെയും, അശ്വിൻ, ആർദ്ര തുടങ്ങി ഈ ടേബിളിലുള്ള ഓരോ കുട്ടിക്കും രജിസ്റ്റർ നമ്പർ അതിനകത്തേക്ക് ആഡ് ചെയ്യണം. എന്താ മാർഗം? യെസ്, അപ്ഡേറ്റ് എന്ന കമാൻഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് ചെയ്യാൻ സാധിക്കും അല്ലേ? എങ്ങനെ? അപ്ഡേറ്റ് സ്റ്റുഡൻറ്റ് സെറ്റ് REGNO ഈക്വൽസ് എത്ര എന്ന് പറയുക, വെയർ ADNO ഈക്വൽസ് 1001 എന്ന് കൊടുക്കുമ്പോൾ 1001 എന്ന അഡ്മിഷൻ നമ്പറുള്ള, അതായത് അശ്വിൻ്റെ രജിസ്റ്റർ നമ്പർ അവിടെ സ്റ്റോർഡ് ആകും. അങ്ങനെ ഓരോ കുട്ടിയുടെയും രജിസ്റ്റർ നമ്പേഴ്സ് നമുക്ക് കൊടുക്കാൻ സാധിക്കും വേണമെങ്കിൽ. വെക്കോട്ടെ. ഇതിങ്ങനെ കണ്ടു, ആ ഇഫക്റ്റ് നമ്മൾ കണ്ടു. പക്ഷെ പിന്നീടാണ് ഓർത്തത്, രജിസ്റ്റർ നമ്പറിൽ ഡ്യൂപ്ലിക്കേറ്റ് വരാൻ പാടില്ല, യുണീക്ക് വാല്യൂസ് ആയിരിക്കണം. ഇനി ആരുടെയെങ്കിലും രജിസ്റ്റർ നമ്പർ കിട്ടിയിട്ടില്ല എങ്കിൽ ഡമ്മി കൊടുക്കാൻ പാടില്ലല്ലോ. അപ്പോൾ നള്ളൊരു പക്ഷേ വന്നോട്ടെ, കുഴപ്പമില്ല. പക്ഷേ ഡ്യൂപ്ലിക്കേറ്റ്സ് ഒരിക്കലും അനുവദിക്കാൻ പാടില്ല എന്ന ഒരു കണ്ടീഷൻ ഇവിടെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു മോഡിഫൈ ദാറ്റ് പർട്ടിക്കുലർ കോളം ബൈ യൂസിങ് ദി കൺസ്ട്രെയിൻറ്റ് യുണീക്ക്. അതാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. മോഡിഫൈ ദി കോളം REGNO ടു അക്സെപ്റ്റ് യുണീക്ക് വാല്യൂസ്. യുണീക്ക് വാല്യൂസ് മാത്രം അക്സെപ്റ്റ് ചെയ്യത്തക്ക രീതിയിൽ ആ കോളത്തെ മോഡിഫൈ ചെയ്യണം. ഇത് നോക്കിക്കോളൂ, ഓൾട്ടർ ടേബിളിൻ്റെ രണ്ടാമത്തെ യൂസേജ്. ഇവിടെ കണ്ടോ,
മോഡിഫൈ എന്നൊരു കീവേഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓൾട്ടർ ടേബിൾ, ടേബിളിൻ്റെ പേര് പറഞ്ഞു. പിന്നീടോ മോഡിഫൈ, മോഡിഫൈ REGNO ഇൻറ്റ് യുണീക്ക്. ഏത് കോളമാണോ മോഡിഫൈ ചെയ്യേണ്ടത് ആ കോളത്തിൻ്റെ നെയിം കൊടുക്കുന്നു, ഡേറ്റ ടൈപ്പ് കൊടുക്കുന്നു, അതിൻ്റെ പിന്നാലെ കൺസ്ട്രെയിനും കൊടുത്തു. ഈ കോളത്തിൽ എന്തെങ്കിലും വാല്യൂസ് വന്നതിന് ശേഷം അതിനെ മോഡിഫൈ ചെയ്യാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ എപ്പോഴും നടക്കണമെന്നില്ല കേട്ടോ. കാരണം നമ്മൾ മോഡിഫൈ ചെയ്യാൻ പോകുന്നതിന് വിരുദ്ധമായിട്ടായിരിക്കും ഓൾറെഡി അതിനകത്ത് വാല്യൂസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അത്തരം മോഡിഫിക്കേഷൻസ് നടക്കണമെന്നില്ല. അത് പ്രത്യേകം ഓർമ്മിക്കണം. ശരി, ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് ഇങ്ങനെ കാണുന്നു. നോക്കിക്കോളൂ. ഓർഡർ ടേബിൾ സ്റ്റുഡൻറ്റ് മോഡിഫൈ REGNO ഇൻറ്റ് യുണീക്ക് കൊടുത്തു. കുറേ ഓക്കെയാണ്, കുറേ ഓക്കെയാണ്. എക്സിസ്റ്റിംഗ് ടേബിളിൽ ആ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞു. പുതിയൊരു കോളം ആഡ് ചെയ്തു, അതിനുശേഷം അതിനെ മോഡിഫൈ ചെയ്തു. ആ ടേബിളിൻ്റെ സ്ട്രക്ചർ ഒന്ന് കാണണമെങ്കിൽ ദേ ഈ കമാൻഡ് കൊടുത്താൽ പോരെ. നോക്കൂ, ഡെസ്ക് സ്റ്റുഡൻറ്റ് ഡിസ്ക്രൈബ്, അതാണ് അതിൻ്റെ അർത്ഥം. സ്റ്റുഡൻറ്റ് എന്ന ടേബിളിൻ്റെ സ്ട്രക്ചർ കാണാനുള്ള കമാൻഡാണ്. ഇപ്പോൾ പുതിയൊരു കോളമിൽ ഞാൻ അവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ REGNO ഇൻറ്റ് 11. യെസ്, നൾ വാല്യൂ അനുവദിക്കുന്നുണ്ട്. പക്ഷേ കീയുടെ താഴെ നോക്കിക്കോളൂ. കീ ആയിട്ട് അഡ്മിഷൻ നമ്പർ നേരെ പ്രൈ എന്നാണെങ്കിൽ ഇപ്പോൾ കണ്ടോ യുണീക്ക് എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ അത് യുണീക്ക് കൺസ്ട്രെയിൻ്റ് ഉപയോഗിച്ചിട്ട് REGNO കോളത്തെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിഫോൾട്ടായിട്ട് നൾ വാല്യൂവിനെ അനുവദിക്കും. നമ്മളൊന്നും കൊടുത്തില്ലെങ്കിൽ നൾ വാല്യൂ ആയിരിക്കും ഇരിക്കുക. ഇതുവരെ 6 കോളങ്ങളുള്ള ഒരു ടേബിളായിരുന്നു അത്. ഇപ്പോഴത് 7 കോളങ്ങളുള്ള ടേബിളായിട്ട് മാറിയിട്ടുണ്ട്. ക്ലിയർ? ഇനി നമുക്ക് ഒരു കോളം എടുത്ത് കളയണം. ടേബിളിൽ നമ്മൾ ചില കോളംസ് ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ആവശ്യമില്ലാത്തൊരു കോളത്തെ റിമൂവ് ചെയ്യണം. അതെങ്ങനെ സാധിക്കുമെന്ന് നോക്കാം. ദാ ഓർഡർ ടേബിൾ സ്റ്റുഡൻറ്റ് കമാൻഡ് അത് തന്നെയാണ്. ഓർഡർ ടേബിൾ സ്റ്റുഡൻറ്റ് ഡ്രോപ്പ്, അതാണ് കീവേഡ്. ഡ്രോപ്പ് ഇൻകം. ആ ഇൻകം എന്ന കോളമാണ് നമ്മളെടുത്ത് മാറ്റുന്നത്. ഈ ടേബിളിൽ നിന്നും അത് മാറ്റാൻ ഉദ്ദേശിക്കുന്നു. സോ ഡ്രോപ്പ് എന്ന കീവേഡ് ഉപയോഗിക്കുന്നു. അതിനുശേഷം കോളം നെയിം പറയുക, ഇൻകം. ഇവിടെ കോളം നെയിം മാത്രം മതി, ബാക്കിയുള്ള ഡിസ്ക്രിപ്ഷൻ്റെ ഒന്നും ആവശ്യമില്ല. എത്ര മോഡിഫിക്കേഷൻസ് ആയി? പുതിയൊരു കോളം ആഡ് ചെയ്തു, എക്സിസ്റ്റിംഗ് കോളത്തിനെ മോഡിഫൈ ചെയ്തു, എക്സിസ്റ്റിംഗ് കോളത്തിനെ റിമൂവ് ചെയ്തു, ഒഴിവാക്കി. വേണമെങ്കിൽ ടേബിളിനെ റീനെയിം ചെയ്യാം. ഇപ്പോൾ നമ്മൾ ടേബിളിന് കൊടുത്തിരിക്കുന്ന പേര് സ്റ്റുഡൻ്റ് എന്നാണല്ലോ, ആ പേര് മാറ്റാം. അതിന് വേണ്ടിയിട്ടും ഓൾട്ടർ ടേബിൾ കമാൻഡ് നമുക്ക് യൂസ് ചെയ്യാം. അതും ഒരു സ്ട്രക്ചറൽ ചേഞ്ച് ആണല്ലോ, ടേബിളിൻ്റെ പേര് തന്നെ മാറുക എന്ന് പറയുന്നത്. അത്തരത്തിലുള്ളൊരു കുറേ എങ്ങനെ സാധ്യമാകുമെന്ന് നമുക്ക് നോക്കാം. ഓൾട്ടർ ടേബിൾ സ്റ്റുഡൻറ്റ്, അവിടെ ഒന്നും മാറ്റമില്ല. കണ്ടില്ലേ, പുതിയൊരു ക്ലാസ് വന്നു. റീനെയിം ടു, അതാണ് അവിടെ ഉപയോഗിക്കേണ്ട ക്ലാസ്. എന്നിട്ട് പുതിയ പേരങ്ങ് പറഞ്ഞു. സ്റ്റുഡൻ്റ് എന്ന ടേബിളിനെ ഓൾട്ടർ ചെയ്യണം. എന്തായിട്ട്? സ്റ്റുഡ് 2020 എന്ന നിലയിലേക്ക് മാറ്റാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓൾട്ടർ ടേബിളിൻ്റെ എല്ലാ ആസ്പെക്ട്സും നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. വീണ്ടും ടേബിളിൻ്റെ സ്ട്രക്ചറിലാണ് മാറ്റങ്ങൾ വരുത്തിയത്. ടേബിളിലെ കോണ്ടൻറ്റിൽ റിമൂവൽ നടത്തിയിട്ടില്ല. ടേബിളിൻ്റെ സ്ട്രക്ചറിൽ പുതിയൊരു കോളം കൊണ്ടുവന്നു, ആവശ്യമില്ലാത്ത കോളം റിമൂവ് ചെയ്തു. ടേബിളിനകത്തുള്ള ഏതെങ്കിലും കോളത്തിലെ വാല്യൂസ് വേണമെങ്കിലും റിമൂവ് ചെയ്യാം അപ്ഡേറ്റ് കമാൻഡ് ഉപയോഗിച്ചിട്ട്. ഒരു റെക്കോർഡിനെ റിമൂവ് ചെയ്യണമെങ്കിൽ, ഒരു കുട്ടി TC മേടിച്ച് പോയി, അയാളെ ഈ ടേബിളിൽ നിന്ന് ഒഴിവാക്കണ്ടേ? അയാളുടെ മുഴുവൻ ഡീറ്റെയിൽസും ഒഴിവാക്കണ്ടേ? അപ്പോൾ ഡിലീറ്റിംഗ് റോസ് ഓഫ് എ ടേബിളിൽ നിന്നും റോസിനെ ഡിലീറ്റ് ചെയ്യാനുള്ള കമാൻഡാണ് ഇനി കാണുന്നത്. ഇറ്റ് ഇസ് ഓൾസോ എ DML കമാൻഡ്, ബിക്കോസ് ടേബിളിൻ്റെ കോണ്ടന്റുമായി ബന്ധപ്പെട്ട ഓപ്പറേഷൻ ആണല്ലോ ഇവിടെ നടക്കാൻ പോകുന്നത്. സോ ഇറ്റ്സ് എ DML കമാൻഡ്. നോക്കാം അതിൻ്റെ യൂസേജ് എങ്ങനെയാണെന്ന്. ഡിലീറ്റ് ഫ്രം, സാധാരണ ഇംഗ്ലീഷ് അല്ലേ. ഡിലീറ്റ് ഫ്രം എവിടെ നിന്നാണ് ഒഴിവാക്കേണ്ടത്? ടേബിൾ നെയിം. ഡിലീറ്റ് ഫ്രം ടേബിൾ നെയിം. ഇത്രയും കൊടുത്താൽ ഇത് മാത്രം വെച്ച് അവസാനിപ്പിക്കാം. എന്ത് സംഭവിക്കും? ആ ടേബിളിലെ മുഴുവൻ റെക്കോർഡ്സും ഡിലീറ്റ് ആയി പോവും, എല്ലാ റോസും നഷ്ടപ്പെടും. അപ്പോൾ അങ്ങനെ വേണ്ടി വന്നാൽ തീർച്ചയായിട്ടും ഇങ്ങനെ തന്നെയാണ് കമാൻഡ് യൂസ് ചെയ്യേണ്ടത്. നമ്മുടെ റിക്വയർമെൻറ്റ് ടേബിളിലെ മുഴുവൻ റെക്കോർഡ്സും ഡിലീറ്റ് ചെയ്യണം എന്നാണെങ്കിൽ കുറേ ഇങ്ങനെ തന്നെയാണ് എഴുതേണ്ടത്. ഡിലീറ്റ് ഫ്രം ടേബിൾ നെയിം. ചില റെക്കോർഡ്സ് മാത്രമാണ് ഡിലീറ്റ് ചെയ്യേണ്ടത്, ചിലത്. സോ നാച്ചുറലി കണ്ടീഷൻ വരും അല്ലേ, വെയർ ക്ലോസ് ഉപയോഗിക്കണം, അത് ഓപ്ഷനിലാണ്. അപ്പോൾ അങ്ങനെയാണ് യൂഷ്വലി ഉപയോഗിക്കാറുള്ളത്. ഡിലീറ്റ് ഫ്രം ടേബിൾ നെയിം കൊടുക്കുന്നു, വെയർ കണ്ടീഷൻ പറഞ്ഞാൽ മതി. അപ്പോൾ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന റെക്കോർഡ്സ് മാത്രമേ ഡിലീറ്റഡ് ആവത്തുള്ളൂ ടേബിളിൽ നിന്നും. ഓക്കെ, നമുക്കൊരെണ്ണം ചെയ്ത് നോക്കാം. സനൂപിൻ്റെ റെക്കോർഡ് ഡിലീറ്റ് ചെയ്യാണ്. സനൂപ് ഈ സ്കൂളിൽ നിന്ന് പോവുകയാണ്. അപ്പോൾ സനൂപിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഒഴിവാക്കാൻ പോകുന്നു. എങ്ങനെ എഴുതും? ഡിലീറ്റ് ഫ്രം സ്റ്റുഡൻറ്റ്. മാറ്റമില്ലല്ലോ, അത് മാത്രം മതിയോ? വെയർ സനൂപിൻ്റെ അല്ലേ, അപ്പോൾ പേര് കൃത്യമായിട്ട് നമുക്കറിയാമെങ്കിൽ വെയർ നെയിം ഈക്വൽസ് സനൂപ് എന്ന് കൊടുക്കാം.
അല്ലെങ്കിൽ അയാളുടെ അഡ്മിഷൻ നമ്പറാണ് അറിയാവുന്നതെങ്കിൽ വെയർ ADNO ഈക്വൽസ് അഡ്മിഷൻ നമ്പർ കൊടുക്കാം. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ആ റെക്കോർഡിനെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ളൊരു കണ്ടീഷൻ സ്പെസിഫൈ ചെയ്യണം എന്ന് മാത്രം. കണ്ടില്ലേ, അതിൻ്റെ ഔട്ട്പുട്ട് ഇങ്ങനെ കിട്ടും. കൊറി ഓക്കെ, 1 റോ അഫക്റ്റഡ്, സ്റ്റുഡൻറ്റ് എന്ന ടേബിളിലെ റോ അഫക്റ്റഡ് ആയിരിക്കുന്നു. അതാണ് ആ ഇൻഡിക്കേഷൻ. നമുക്ക് നോക്കാം എങ്ങനെ അഫക്റ്റഡ് ആയെന്ന്. ഞാൻ ആ ടേബിളിലെ കോണ്ടന്റ് എടുത്ത് നോക്കുകയാണ്. സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ്. കണ്ടില്ലേ, നെയിം എന്ന കോളം ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ സനൂപ് എന്നൊരു കുട്ടിയും കൂടി അവിടെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് കാണുന്നില്ല. അതിൻ്റെ കൺസോൾട്ടേഷനിലും കണ്ടില്ലേ 4 റോസ് ഇൻ സെറ്റ്. ഇപ്പോൾ ഔട്ട്പുട്ടായിട്ട് കാണുന്ന സെറ്റ് ഓഫ് റെക്കോർഡ്സിൽ 4 റോസ് മാത്രമേ ഉള്ളൂ എന്ന സൂചനയാണ് അവിടെ. ക്ലിയർ? സോ ഡിലീറ്റ് കമാൻഡും വർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ ആവശ്യമെല്ലാം കഴിഞ്ഞു. ഈ ടേബിളിനെ തന്നെ എടുത്ത് കളയുക. ടേബിളിനെ ഒന്നാകെ റിമൂവ് ചെയ്യുന്നു. ഡിലീറ്റ് ഫ്രം ടേബിൾ എന്ന് പറയുമ്പോഴും ടേബിൾ എവിടെയുണ്ട്, ടേബിളിൽ കോണ്ടന്റ് ഒന്നും ഇല്ല എന്നേ ഉള്ളൂ. ടേബിൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് വിത്തൗട്ട് എനി റെക്കോർഡ്സ്. എനിക്ക് ആ ടേബിളിനെ തന്നെ എടുത്ത് കളയണം. അതിനുവേണ്ടി സ്വാഭാവികമായിട്ട് എന്ത് കമാൻഡ് ആയിരിക്കും? DDL കമാൻഡ് തന്നെയാണ് വരിക, അല്ലേ? ബിക്കോസ് ടേബിളിൻ്റെ സ്ട്രക്ചറാണ് മാറാൻ പോകുന്നത്. സിമ്പിൾ കമാൻഡാണ്. ഡ്രോപ്പ് ടേബിൾ, അത്രയേ ഉള്ളൂ. ഡ്രോപ്പ് ടേബിൾ എന്നിട്ട് ടേബിളിൻ്റെ പേരങ്ങ് പറയുക. സ്റ്റുഡൻറ്റ് എന്ന ടേബിളിലാണ് കളയേണ്ടതെങ്കിൽ ഡ്രോപ്പ് ടേബിൾ സ്റ്റുഡൻറ്റ്, ടേബിൾ റിമൂവ് ആവും. ഓക്കെ. DBMS എന്ന ചാപ്റ്ററിൽ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ടേബിളൊക്കെ റിമൂവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡിലീഷൻ നടക്കുമ്പോഴത്തേനും ആ റെക്കോർഡ് ഈ ഡേറ്റാബേസുമായി ബന്ധപ്പെട്ട് മറ്റേതെങ്കിലുമൊക്കെ റെക്കോർഡ്സിലുണ്ടെങ്കിൽ അവിടെ എല്ലാം റിമൂവൽ നടക്കേണ്ടതുണ്ട്. അത്ര ഇൻഡിക്കേഷൻസ് ഒക്കെ വരേണ്ടതുണ്ട്. റിയൽ ലൈഫ് സിറ്റുവേഷനിൽ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമ്പോൾ അതെല്ലാം വരും. അതാണല്ലോ DBMSൻ്റെ ഒരു അഡ്വാൻറ്റേജസിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന്. ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കുന്നതോടൊപ്പം ഒരു റെക്കോർഡുമായി ബന്ധപ്പെട്ട ഡേറ്റ ഏതൊക്കെ ടേബിളിലാണോ ഉള്ളത് അവിടെ എല്ലാം ആ ചേഞ്ചസ് റിഫ്ലക്റ്റ് ചെയ്യണം. റിമൂവൽ നടക്കുമ്പോൾ അവിടെ നിന്നെല്ലാം അത് റിമൂവ് ആവണം. അങ്ങനെ ചില ആസ്പെക്ട്സ് ഒക്കെ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. ഇനി തൽക്കാലം നമ്മൾ അങ്ങോട്ടേക്കൊന്നും പോകുന്നില്ല. നമ്മളെ സംബന്ധിച്ച് ടേബിൾ റിമൂവ് ചെയ്തിരിക്കുന്നു. പോട്ടെ. മറ്റൊരു അഡ്വാൻസ്ഡ് ആസ്പെക്റ്റിലേക്ക് നമ്മൾ കിടക്കുകയാണ്. നെസ്റ്റഡ് കൊറി എന്നാണ് പറയുക. ഞാനൊരു സിറ്റുവേഷൻ പറഞ്ഞ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു റിക്വയർമെൻറ്റ് പറയട്ടെ. സംഭവം വേറൊന്നുമില്ല, ഒരു കൊറിക്കുള്ളിൽ മറ്റൊരു കൊറി. നെസ്റ്റഡ് എന്ന് കേൾക്കുമ്പോൾ അതാണല്ലോ നമുക്ക് പരിചയം ഉണ്ടാവാക്ക്. ഇവിടെ പ്രോഗ്രാമിംഗ് പഠിച്ചപ്പോൾ നെസ്റ്റഡ് ഇഫ്, നെസ്റ്റഡ് ലൂപ്സ്, അങ്ങനെ കുറേ കാര്യങ്ങൾ കണ്ടു. പിന്നെ HTML വന്നപ്പോഴത്തേനും നെസ്റ്റിംഗ് ഓഫ് ഫ്രെയിം സെറ്റ് അങ്ങനെ ഒരു സംഭവം വന്നു. നെസ്റ്റിംഗ് ഓഫ് ലിസ്റ്റ് വന്നു. ഒന്നിനുള്ളിൽ അതേപോലൊരു സംഭവം കയറി വരിക, അതിനാണല്ലോ നെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കൊറിക്കുള്ളിൽ മറ്റൊരു കൊറി, ഏതെങ്കിലും കൊറിക്കുള്ളിൽ മറ്റേതെങ്കിലും കൊറിയൊന്നും കയറി വരില്ല. ശ്രദ്ധിച്ചോളൂ. നോർമലി സെലക്ട് കൊറിയോടൊപ്പമാണ് ഇത് വരിക. ഇൻഫർമേഷൻ റിട്രീവ് ചെയ്യുമ്പോഴത്തേനും സെലക്ട് കൊറിയോടൊപ്പം മറ്റൊരു സെലക്ട് കൊറി അപ്പിയർ ചെയ്യും. അങ്ങനെ മാത്രമേ നെസ്റ്റിംഗ് നടക്കാറുള്ളൂ. അല്ലാതെ ഏതൊരു SQL കൊറിക്കകത്തും മറ്റൊരു SQL കൊറി കയറി വരുന്ന പ്രശ്നം വരില്ല. സാധാരണഗതിയിൽ ആ നെസ്റ്റിംഗ് വരുന്നത് ഉൾക്കൊള്ളുന്നത് കണ്ടീഷൻ്റെ ഭാഗത്തായിരിക്കും. ഇതൊക്കെ ചില ക്ലൂസ് ആണ് ഓർത്ത് വയ്ക്കാനായിട്ട്. സിറ്റുവേഷൻ ഞാൻ പറയാം. ഗെറ്റ് ദ സ്റ്റുഡൻസ് വിത്ത് ദി ഹയസ്റ്റ് ഫാമിലി ഇൻകം. ഏറ്റവും കൂടുതൽ ഫാമിലി ഇൻകം ഉള്ള കുട്ടിയുടെ വിവരങ്ങളാണ് എനിക്കറിയേണ്ടത്. നമ്മുടെ ടേബിളിനകത്ത് 5 കുട്ടികളുണ്ടല്ലോ, ഒരാൾ പെർമുവായി പോയി എന്ന് തോന്നുന്നു. ബാക്കിയുള്ള 4 പേരിൽ ഏറ്റവും കൂടുതൽ ഫാമിലി ഇൻകം ഉള്ള കുട്ടിയുടെ വിവരങ്ങളാണ് എനിക്കറിയേണ്ടത്. വിവരങ്ങളാണ് അറിയേണ്ടത്, ഡീറ്റെയിൽസ് ആണ് വേണ്ടത്. അപ്പോൾ എങ്ങനെ തുടങ്ങും? യെസ്, സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് വെയർ കണ്ടീഷൻ. എല്ലാവരുടെയും വിവരങ്ങൾ വേണോ? വേണ്ട. ഏറ്റവും കൂടുതൽ ഇൻകം ഉള്ളയാൾ, ഏറ്റവും കൂടുതൽ ഇൻകം എത്രയെന്നറിയാമെങ്കിൽ ലെറ്റ് ഇറ്റ് ബി എക്സ്. ഏറ്റവും കൂടിയ ഇൻകം എക്സ് ആണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ നമ്മളെന്ത് പറയും? വെയർ ഇൻകം ഈക്വൽസ് എക്സ് എന്നല്ലേ പറയുള്ളൂ, അല്ലേ? ഇൻകം നമുക്കറിയാമെങ്കിൽ വെയർ ഇൻകം ഈക്വൽസ് ദാറ്റ് വാല്യൂ, അതാണല്ലോ കൊടുക്കേണ്ടത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി വി ഡോണ്ട് നോ ദി ഇൻകം, ഐ മീൻ ഹയസ്റ്റ് ഇൻകം. ഈ ടേബിളിനകത്തുള്ള ഹയസ്റ്റ് ഇൻകം എത്രയെന്ന് അറിയത്തില്ല. അറിയാമെങ്കിലേ ഇവിടെ കൊടുക്കാൻ പറ്റുള്ളൂ. സാർ അത് ഒന്ന് അറിഞ്ഞു വെച്ചൂടെ? എങ്ങനെ? പഠിച്ചല്ലോ അഗ്രിഗേറ്റ് ഫംഗ്ഷൻ. സെലക്ട് മാക്സ് ഉപയോഗിച്ചാൽ മതി. സെലക്ട് മാക്സ് ഇൻകം ഫ്രം സ്റ്റുഡൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഹയസ്റ്റ് ഇൻകം എത്രയെന്ന് കിട്ടും. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് അതിവിടെ അങ്ങ് പറഞ്ഞാൽ പോരെ? മതി, കുഴപ്പമൊന്നുമില്ല. നോട്ട് ചെയ്യാൻ എനിക്ക് മനസ്സില്ല. അതും കൂടി ഇതിനകത്ത് അങ്ങ് പറഞ്ഞാൽ മതി. ആ ഈക്വൽ സിമ്പലിൻ്റെ വലതുവശത്ത് ഹയസ്റ്റ് വാല്യൂ അല്ലേ കിട്ടേണ്ടത്? ഇൻകം കോളത്തിലെ ഹയസ്റ്റ് വാല്യൂ അല്ലേ അവിടെ കൊടുക്കേണ്ടത്? അത് തരുന്ന ഒരാളുണ്ടല്ലോ, അയാളെ അവിടെ അങ്ങ് പറഞ്ഞാൽ മതി. താൻ നോക്കിക്കോളൂ, സെലക്ട് മാക്സ് ഇൻകം ഫ്രം സ്റ്റുഡൻറ്റ്. ഞാൻ അതിനെ സെപ്പറേറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്ത് അതിൻ്റെ ഔട്ട്പുട്ട് പ്രത്യേകം കുറിച്ച് വെച്ച് പിന്നീട് ഈ കൊറി എഴുതേണ്ട കാര്യമില്ല. ഇൻകം ഈക്വൽസ്, ആ ഈക്വൽസിന് ശേഷം കിട്ടേണ്ട വാല്യൂ എങ്ങനെയാണോ കിട്ടേണ്ടത് അതിനാവശ്യമുള്ള കൊറി അങ്ങ് കൊടുത്തു. ഇതിനെയാണ് നെസ്റ്റഡ് കൊറി എന്ന് പറയുന്നത്. സെലക്ട് എന്ന കൊറിയുടെ കണ്ടീഷൻ്റെ ഭാഗമായി മറ്റൊരു സെലക്ട് കൊറി ഉപയോഗിക്കുന്നു. ക്ലിയർ?
ദേ അതിൻ്റെ ഔട്ട്പുട്ട് കണ്ടില്ലേ, ഹയസ്റ്റ് വാല്യൂ 35,000 ആയിരുന്നു. 35,000 ഇൻകമുള്ള കുട്ടിയുടെ വിവരമാണ് ഇപ്പോൾ കാണുന്നത്. ഇതേ വാല്യൂ ഒന്നിലധികം കുട്ടികൾക്കുണ്ടെങ്കിൽ അവരെല്ലാവരും ലിസ്റ്റ് ചെയ്യും കേട്ടോ. നമ്മളായിട്ട് പ്രത്യേകം കണ്ടുപിടിച്ചിട്ടില്ല. നൗ വ്യൂസ് എന്നൊരു കോൺസെപ്റ്റ് നമ്മൾ അവസാന ഭാഗത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വ്യൂസ് അതെന്താണെന്ന് DBMS എന്ന ചാപ്റ്ററിൽ നമ്മൾ കണ്ടു അല്ലേ. ഒരു ടേബിളിലുള്ള കുറേയേറെ വിവരങ്ങളെ മാത്രം അടർത്തിയെടുത്തുകൊണ്ട് മറ്റൊരു ടേബിൾ പോലെ തോന്നിക്കുന്ന ഒന്ന് വിർച്വൽ ടേബിൾ എന്നൊക്കെയാണ് പറഞ്ഞത്. ഇറ്റ് ഡസ് നോട്ട് റിയലി എക്സിസ്റ്റ് എന്നൊക്കെയാണ് അന്ന് പറഞ്ഞത്. അതൊക്കെ വാസ്തവം തന്നെയാണ്. ആ തിയറിയെ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ ടേബിളിൽ നിന്നും ചില വിവരങ്ങളെ മാത്രം അടർത്തിയെടുത്തുകൊണ്ട് മറ്റൊരു ടേബിൾ നിർമ്മിക്കുന്നു. എന്നാൽ അങ്ങനെ ഒരു ടേബിളില്ല, ടേബിൾ പോലെ ഒന്ന് നിർമ്മിക്കുന്നു എന്നേ ഉള്ളൂ. എന്താ അതിൻ്റെ അഡ്വാൻറ്റേജ്? നമുക്കെൻ്റെ സിറ്റുവേഷൻ വെച്ചിട്ട് പറയാം. അത് ഒരു ടേബിളിൽ നിന്നുള്ള വിവരങ്ങൾ മാത്രം കണ്ടെയ്ൻ ചെയ്യുന്ന മറ്റൊരു ടേബിൾ അങ്ങനെ ആവണമെന്നില്ല കേട്ടോ. ഒന്നോ രണ്ടോ അതിലധികമോ ഒക്കെ ടേബിളിൽ നിന്നും ആവശ്യമുള്ള വിവരങ്ങളെ മാത്രം എക്സ്ട്രാക്റ്റ് ചെയ്തുകൊണ്ട് പുതിയൊരു ടേബിളിനകത്ത് പ്ലേസ് ചെയ്യുക. എന്നാൽ അങ്ങനെ ഒരു ടേബിളില്ല, എന്നാൽ ടേബിൾ പോലെ ഉപയോഗിക്കുകയും ചെയ്യാം. നമ്മുടെ ഹാർഡ് ഡിസ്കിനകത്ത് അങ്ങനെ ഒരു ടേബിളോ അത്തരം റെക്കോർഡ്സിൻ്റെ ഡ്യൂപ്ലിക്കേഷനോ ഒന്നും ഒരിടവും സ്റ്റോർ ചെയ്യുന്നില്ല. പക്ഷേ ടേബിളിൻ്റെ ഇഫക്റ്റ് എല്ലാം നമുക്ക് കിട്ടും. അതിനെയാണ് വ്യൂ എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ടേബിളിലെ കൊമേഴ്സിലെ കുട്ടികളുടെ ഡീറ്റെയിൽസ് മാത്രം ഒരു ടേബിളിനകത്ത് ഉൾക്കൊള്ളിക്കാൻ പോകുന്നു. നമ്മുടെ ടേബിളിൽ കൊമേഴ്സിലെ വിദ്യാർത്ഥികളുണ്ട്, ഹ്യൂമാനിറ്റീസ് ഉണ്ട്, സയൻസ് ഉണ്ട്. ഇതിൽ കൊമേഴ്സിലെ വിദ്യാർത്ഥികളുടെ ഡീറ്റെയിൽസ് മാത്രം, ആ റെക്കോർഡ്സ് മാത്രം എടുത്തുകൊണ്ട് പുതിയൊരു ടേബിൾ നിർമ്മിക്കുന്നില്ല, പുതിയൊരു ടേബിൾ പോലെ ഒന്ന് ഞാൻ ഡിസൈൻ ചെയ്യാൻ പോകുന്നു, ഒരു വ്യൂ നിർമ്മിക്കാൻ പോകുന്നു. എന്താ അതിൻ്റെ അഡ്വാൻറ്റേജ്? കൊമേഴ്സിലെ കുട്ടികളിൽ നിന്നുള്ള എന്ത് വിവരം വേണമെങ്കിലും ആ ടേബിൾ എനിക്ക് ഉപയോഗിച്ചാൽ പോരെ, ആ വ്യൂ എനിക്ക് ഉപയോഗിച്ചാൽ പോരെ. ഞാൻ ടേബിളെന്ന് മനഃപൂർവ്വം മാറ്റി പറഞ്ഞതും മനഃപൂർവ്വം തന്നെയാണ്. ടേബിളെന്ന് പറയരുത്, വ്യൂ ആണ്. എന്നാൽ ടേബിൾ പോലെ ഉപയോഗിക്കാൻ സാധിക്കും. ക്ലിയർ? അപ്പോൾ അങ്ങനെ ഒരു വ്യൂ ഇല്ലായിരുന്നുവെങ്കിൽ, ടേബിൾ പോലെ തോന്നിക്കുന്ന ഒരു വ്യൂ ഇല്ലായിരുന്നുവെങ്കിൽ, എപ്പോഴെല്ലാം കൊമേഴ്സിലെ വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ ഞാൻ ആവശ്യപ്പെടുമോ അപ്പോഴെല്ലാം വെയർ കോഴ്സ് ഈക്വൽസ് കൊമേഴ്സ് എന്ന് പറയേണ്ടി വരും. ഓൾറെഡി മറ്റു ചില കണ്ടീഷൻസ് ഉണ്ടാകും. അതിനോടൊപ്പം എല്ലാറ്റിനോടൊപ്പവും ആൻഡ് കോഴ്സ് ഈക്വൽസ് കൊമേഴ്സ് എന്ന് കൂടി പറയേണ്ടി വന്നേനെ. അതൊഴിവാക്കാൻ സാധിക്കും. കൊമേഴ്സിലെ കുട്ടികളുടെ ഡീറ്റെയിൽസ് മാത്രം ഒരു ടേബിളിലുണ്ടെങ്കിൽ ആ ടേബിളിൽ നിന്നും വിവരങ്ങൾ നേരിട്ടെടുക്കാമല്ലോ. അതിനു വേണ്ടിയാണ് വ്യൂസ് ഡിസൈൻ ചെയ്യുന്നത്. ഞാൻ അത്തരമൊരു വ്യൂ ഇവിടെ നിർമ്മിക്കാൻ പോകുന്നു. അതിനു മുമ്പായിട്ട് നമുക്ക് എൻ്റെ സിൻഡെക്സ് നോക്കാം. ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ ക്രിയേറ്റ് ടേബിൾ, വ്യൂ ക്രിയേറ്റ് ചെയ്യാൻ ക്രിയേറ്റ് വ്യൂ. അപ്പോൾ ഇതും ഒരു DDL കമാൻഡാണ്. ക്രിയേറ്റ് അല്ലേ, ക്രിയേറ്റ് വ്യൂ. ഓർക്കണം, മറ്റത് ക്രിയേറ്റ് ടേബിൾ, ഇവിടെ ക്രിയേറ്റ് വ്യൂ. ക്രിയേറ്റ് വ്യൂവിന് ശേഷം വ്യൂവിൻ്റെ പേര് കൊടുക്കണം. ടേബിൾ നെയിം എന്ന് പറയും പോലെ വ്യൂവിന് ഒരു പേര് വേണം. എന്നിട്ട് നോക്കിക്കോളൂ, ആസ് എന്നൊരു കീവേഡ് യൂസ് ചെയ്യുന്നു. ആസ്. എങ്ങനെയാണ് ആ വ്യൂ ക്രിയേറ്റ് ചെയ്യേണ്ടത്, എന്ത് റെക്കോർഡ്സിനെ ഉൾക്കൊള്ളുന്ന രീതിയിലാണ് ആ വ്യൂ ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നാണ് ഇനി പറയേണ്ടത്. എവിടെ? ആസ് എന്ന കീവേഡിന് ശേഷം പറയേണ്ടത്. ക്രിയേറ്റ് വ്യൂ, വ്യൂ നെയിം ആസ്. എന്താ നോക്കിക്കോളൂ, ഒരു സെലക്ട് കമാൻഡാണ് കൊടുക്കേണ്ടത്. എങ്ങനെയുള്ള ഡേറ്റയാണോ, എന്തൊക്കെ ഡേറ്റ ഏതൊക്കെ ടേബിളിൽ നിന്നാണോ എനിക്ക് ആവശ്യമുള്ളത് അത് കിട്ടത്തക്ക രീതിയിൽ ഒരു സെലക്ട് കമാൻഡ്, ഒരു സെലക്ട് ക്വറി ആണ് ഇനി എഴുതേണ്ടത്. സെലക്ട് ക്വറി എഴുതുമ്പോൾ സെലക്ട് കോളം നെയിംസ് ഫ്രം ടേബിൾ നെയിം വെയർ ക്ലോസ്, ഇങ്ങനെയൊക്കെയാണല്ലോ പറയുന്നത്. ഇത്രയാണല്ലോ വേണ്ടത്. അതാണ് എൻ്റെ ഒരു സിൻഡെക്സ് എന്ന് പറയുന്നത്. ഈ സിൻഡെക്സ് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, കൊമേഴ്സിലെ കുട്ടികളെ മാത്രം ഉൾക്കൊള്ളുന്ന ഒരു വ്യൂ ക്രിയേറ്റ് ചെയ്യാണ്. നോക്കിക്കോളൂ, ക്രിയേറ്റ് വ്യൂ കോംസ്റ്റുഡ് എന്ന് കൊടുത്തു. കൊമേഴ്സിലെ സ്റ്റുഡൻസ് ആയതുകൊണ്ട് കോംസ്റ്റുഡ് എന്ന് ഞാൻ കൊടുത്തു. ആസ് കൊമേഴ്സിലെ കുട്ടികളുടെ വിവരങ്ങൾ കാണണം. നിങ്ങൾ എങ്ങനെ പറയും? സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് വെയർ കോഴ്സ് ഈക്വൽസ് കൊമേഴ്സ് അല്ലേ? അതങ്ങ് പറഞ്ഞാൽ മതി. ആസ് എന്ന കീവേഡിന് ശേഷം വ്യൂ ക്രിയേറ്റ് ചെയ്യുമ്പോൾ വ്യൂ നെയിമിന് പിന്നാലെ ആസ് എന്ന കീവേഡ് ഉപയോഗിക്കുന്നു. അതിൻ്റെ പിന്നാലെ ഈ സെലക്ട് കമാൻഡ് അങ്ങ് പറഞ്ഞാൽ മതി. സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് വെയർ കോഴ്സ് ഈക്വൽസ് കൊമേഴ്സ്. നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് ഒന്ന് കണ്ടു നോക്കാം. കണ്ടോ? കുറേ ഓക്കെ, 0 റോസ് അഫക്റ്റഡ്. അത് പ്രത്യേകിച്ച് എഴുതി ചേർത്തിട്ടൊന്നുമില്ല, ഒരു ടേബിളായിട്ടൊന്നും എഴുതി ചേർക്കുന്നില്ല. ഈ വ്യൂ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ഏത് ടേബിളിലെ വിവരങ്ങൾ ഉപയോഗിച്ചിട്ടാണോ ആ ടേബിൾ തന്നെയാണ് റെഫർ ചെയ്യപ്പെടുന്നത്. ഒരു ടേബിൾ ആണെങ്കിൽ അങ്ങനെ, ഒന്നിലധികം ടേബിൾ ഉണ്ടെങ്കിൽ അങ്ങനെ. എപ്പോഴെല്ലാം ഈ വ്യൂ നമ്മൾ ഉപയോഗിക്കുമോ അപ്പോഴെല്ലാം റെഫർ ചെയ്യപ്പെടുന്നത് ഈ വ്യൂവിന് ആധാരമായിട്ടുള്ള മറ്റ് ടേബിൾസ്, അതിനെ ബേസ് ടേബിൾസ് എന്ന് പറയും. കൊമേഴ്സിലെ വിദ്യാർത്ഥിയുടെ ഇൻകത്തിലൊരു ചേഞ്ച് വരുത്തണം. ഈ വ്യൂവിൽ എനിക്ക് ഓപ്പറേഷൻ നടത്താൻ പറ്റും. അപ്ഡേറ്റ്
കോം സ്റ്റുഡ്, അപ്ഡേറ്റിന് ശേഷം സാധാരണ ടേബിൾ നെയിം അല്ലേ പറയുന്നത്, വ്യൂ നെയിം പറയാം. കോം സ്റ്റുഡ് സെറ്റ് ഇൻകം ഈക്വൽസ് എമൗണ്ട് പറഞ്ഞു, വെയർ നെയിം ഈക്വൽസ് ഇത്. അപ്ഡേഷൻ നടക്കും എവിടെ? ഒറിജിനൽ ടേബിളിൽ അപ്ഡേഷൻ നടക്കും. ഈ വ്യൂവിൽ എന്ത് ഓപ്പറേഷൻ നടത്തിയാലും അപ്ഡേഷൻസ് നടത്തുമ്പോൾ ആക്ച്വൽ ഡേറ്റയെ ബാധിക്കുമല്ലോ, അത് ബേസ് ടേബിളിലെ ഡേറ്റയെ തന്നെ ബാധിക്കും. വ്യൂ ചെയ്യുമ്പോൾ എപ്പോഴും ആ ടേബിളിലേക്കാണ് റെഫറൻസ് പോകുന്നത്. ഇനി ഒരു റെക്കോർഡ് ഡിലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചോളൂ. ഈ വ്യൂവിൽ നിന്നും ഒരു റെക്കോർഡ് ഡിലീറ്റ് ചെയ്യുകയാണ്. ആക്ച്വലി വ്യൂവിൽ നിന്നല്ല അത് പോകുന്നത്, ഒറിജിനൽ ബേസ് ടേബിളിൽ നിന്നും ആ റെക്കോർഡ് റിമൂവ് ആവുകയാണ്. പ്രത്യേകം ഓർക്കണം, വ്യൂവിൽ നിന്നല്ലേ പോയുള്ളൂ, ഒറിജിനൽ അവിടെ കിടക്കുമല്ലോ എന്ന് വിചാരിക്കരുത്, പോവും, അവിടെ നിന്ന് നഷ്ടപ്പെടും. ഇനി ഇത്തരം വ്യൂസിനെ ആവശ്യം കഴിഞ്ഞെടുത്ത് കളയാം. നമ്മുടെ ആവശ്യമുള്ള ഓപ്പറേഷൻസ് ഒക്കെ സാധിച്ചു കഴിഞ്ഞാൽ വ്യൂവിനെ റിമൂവ് ചെയ്യാൻ സാധിക്കും. ഡ്രോപ്പ് വ്യൂ, ടേബിളിനെ ആവശ്യം കഴിഞ്ഞെടുത്ത് കളയുമ്പോൾ ഡ്രോപ്പ് ടേബിൾ ഉപയോഗിക്കുന്നത് പോലെ വ്യൂവിനെ എടുത്ത് കളയാൻ ഡ്രോപ്പ് വ്യൂ. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട എല്ലാ കോൺസെപ്റ്റ്സും വളരെ വിശദമായിട്ട് തന്നെ കവർ ചെയ്ത് കഴിഞ്ഞു. ആകെ നിങ്ങൾക്കിപ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ട് ഇതൊന്നും ചെയ്തു നോക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു, വീട്ടിൽ സിസ്റ്റം ഉള്ളവർക്കാണെങ്കിൽ അത് ചെയ്യാം, ഇല്ലെങ്കിൽ സ്കൂൾ തുറക്കുമ്പോൾ പിന്നീട് നിങ്ങൾക്ക് ലാബ് വർക്കിലൂടെ അത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാവുന്നേ ഉള്ളൂ. എല്ലാ കൊറിയുടെയും ഔട്ട്പുട്ട്സ് ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്, അത് നിങ്ങൾക്ക് റെഫർ ചെയ്യാം. ടെക്സ്റ്റ് ബുക്കും റെഫർ ചെയ്യാവുന്നതാണ്. അതും ആക്ച്വലി ചെയ്ത കൊറീസിൻ്റെ ഔട്ട്പുട്ട് തന്നെയാണ് അവിടെയും വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി ഒരു ആക്ടിവിറ്റി കൂടി നിങ്ങൾക്ക് തന്നുകൊണ്ട് ഞാനിതങ്ങ് അവസാനിപ്പിക്കാം. ഈ ടേബിളിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു കൺസൈസ് റിപ്പോർട്ട് നമ്മുടെ കയ്യിൽ വേണം എപ്പോഴും റെഫർ ചെയ്യാനായിട്ട്. അതിനുവേണ്ടി ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. അതിനകത്ത് ഒന്നാമത്തെ കോളത്തിൽ കുറച്ച് DDL കമാൻഡ്സ് ആണ് വരുന്നത്. ക്രിയേറ്റ് ഒരെണ്ണം ഞാൻ ഇട്ടിട്ടുണ്ട്, ബാക്കി ഏതൊക്കെ കമാൻഡ്സ് ആണ് അവിടെ വേണ്ടതെന്ന് വെച്ചാൽ ഫില്ല് ചെയ്യുക. ആ ഓരോ കമാൻഡിൻ്റെയും പർപ്പസ് തൊട്ടടുത്ത കോളത്തിൽ എഴുതണം. ആ കമാൻഡിനോടൊപ്പം നിർബന്ധമായിട്ട് ഉപയോഗിക്കേണ്ട അല്ലെങ്കിൽ ഉപയോഗിക്കാറുള്ള ക്ലോസസ് വല്ലതുമുണ്ടെങ്കിൽ അത് നാലാമത്തെ കോളത്തിൽ പറയാം. ആ ക്ലോസ് ഉപയോഗിക്കുന്നതിൻ്റെ പർപ്പസ് ലാസ്റ്റ് കോളത്തിലും പറയാം. ഞാൻ ചില കമാൻഡ്സും ചില ക്ലോസസും ഇതിനകത്ത് ഓൾറെഡി ഫില്ല് ചെയ്തിട്ടുണ്ട്. മിസ് ചെയ്തിട്ടുള്ളത് ഈ ചാപ്റ്ററിൽ കവർ ചെയ്ത് ഈ ടേബിൾ ഇല്ലാതെയുള്ള ബാക്കി കമാൻഡ്സും അതുമായി ബന്ധപ്പെട്ട ക്ലോസും അവയുടെ പർപ്പസും ഒക്കെ എഴുതിക്കൊണ്ട് ഈ ടേബിൾ ഫില്ല് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ടീച്ചേഴ്സുമായിട്ട് അത് ഷെയർ ചെയ്യുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.